ശരീരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാനും മടിക്കാത്ത നടനാണ് മോഹൻലാൽ. വർഷങ്ങൾക്ക് ശേഷം താടി ട്രിം ചെയ്തെത്തിയ മോഹൻലാലിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. പ്രായഭേദമന്യേ നിരവധി ആരാധകരുള്ള നടനാണ് ലാലേട്ടൻ. കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചെരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശ്ശീലയിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ. ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ. മീശ വിരിച്ച ലാലേട്ടൻ വേഷങ്ങളോട് ഒരു പ്രത്യേക ആരാധനയാണ് മലയാളികൾക്ക്. എന്നാൽ മീശയില്ലാത്ത ക്ലീൻ ഷേവിൽ മോഹൻലാൽ തകർത്തഭിനയിച്ച സിനിമകളും ഉണ്ട്. മോഹൻലാലിന്റെ മുഖത്തെ സൂക്ഷ്മാഭിനയം പുറത്തെടുത്ത കഥാപാത്രങ്ങളാണ് അതിൽ പലതും. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുള്ള അദ്ദേഹത്തിന്റെ ഒടിയൻ എന്ന ചിത്രം പ്രേക്ഷകർ മറക്കില്ല. ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ മുഖത്ത് വരുത്തിയ മാറ്റങ്ങളും സിനിമാ ലോകത്ത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. അത്രയേറെ വലിയ മേക്ക് ഓവറിലാണ് താരം ഒടിയനിൽ എത്തിയത്. മുഖത്ത് ബോഡ്കോസിലൂടെ മാറ്റം വരുത്തി മോഹൻലാൽ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഈ സിനിമയിലൂടെയാണ്. എന്നാൽ ഒടിയൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. മോഹൻലാലിന്റെ മുഖത്തെ മാറ്റവും വിമർശിക്കപ്പെട്ടു. ഈ ചിത്രത്തിന് ശേഷം താടി വടിച്ച മോഹൻലാലിനെ പ്രേക്ഷകർ കണ്ടിട്ടേയില്ല. എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം താടി ഡ്രിം ചെയ്ത് ലുക്കിലെത്തിയിരിക്കുകയാണ് മോഹൻലാല്. മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. തലസ്ഥാനത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ മകന്റെ വിവാഹ റിസപ്ഷനും മറ്റൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനുമായി എത്തിയതായിരുന്നു അദ്ദേഹം. താരത്തിന്റെ പുത്തൻ ലുക്ക് ആരാധകരെയും ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. എക്സിൽ മോഹൻലാൽ ഫാൻ പേജുകളിലാണ് താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് താരം താടി ഡ്രിം ചെയ്തൊരു ലുക്കിലെത്തിയത്. സത്യനന്ദിക്കാടിനൊപ്പം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലുക്ക് ഇതാണ് എന്നാണ് സൂചന. നേരത്തെ തന്നെ സത്യനന്ദിക്കാടിന്റെ ചിത്രത്തിനായി മോഹൻലാൽ താടിയെടുക്കുമെന്ന് വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ലായിരുന്നു. രണ്ടാളും ഒരുമിക്കുന്ന 20ാമത്തെ സിനിമയാണിത്. ഈ സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ്. സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി 10-നാണ് ആരംഭിക്കുന്നത്. അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനു ടിപിയാണ് തിരക്കഥ എഴുതുന്നത്. ഒരുപാട് മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്കും പ്രതീക്ഷ ഏറെയാണ്. കാരണം അടുത്ത കാലത്തായി മോഹൻലാലിന്റേതായി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നും പുറത്തെത്തിയിട്ടില്ല. ഇത് ആരാധകരിലും വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്.